ഇതാണ് സ്ലോത്തുകൾ. മടിയന്മാർ എന്നാണ് ഓമനപ്പേര്. മണിക്കൂറിൽ 1.5 മൈലൊക്കെ സഞ്ചരിക്കുന്ന അതിവേഗക്കാരായ ഇവർ വാഹനത്തിന്റെ മുമ്പിൽപ്പെട്ടാൽ നമ്മൾ പെട്ടു. 1 മിനിറ്റിൽ 1 അടിയാണ് ഇവർ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ എടുത്തുമാറ്റലായിരിക്കും ഏറ്റവും നല്ലത്. ദിവസത്തിന്റെ 1/4 പങ്കും മരത്തിലിങ്ങനെ തൂങ്ങിക്കിടക്കും. ജീവൻ പണയം വെച്ച് ഇവർ നിലത്തിറങ്ങുന്നത് കാഷ്ടിക്കാനും മൂത്രമൊഴിക്കാനും മാത്രമാണ്. അല്ലാത്ത പക്ഷം വേട്ടക്കാരിൽ നിന്നും മറഞ്ഞിരിക്കാനായി മരത്തിൽ തൂങ്ങിക്കിടക്കും. സൂക്ഷിച്ചു നോക്കിയാൽ ഇവർക്ക് ഒരു പച്ച നിറം കാണാം. രോമങ്ങൾ മുഴുവനും പച്ചയായിരിക്കുന്നതിന്റെ കാരണം ഇവരുടെ രോമങ്ങളിൽ ആൽഗകൾ വളരുന്നുണ്ട്. ഇവരുടെ സമ്മതത്തോടു കൂടിയാണ് ഈ ആൽഗയുടെ വളർച്ച. ആൽഗ വളരുന്നത് കൊണ്ട് ഇവർ പച്ചയായി കാണപ്പെടും. മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ വേട്ടക്കാർ കാണാതെ നോക്കുന്നത് ഈ ആൽഗയുടെ പച്ചയാണ്. ഈ രോമ മഴക്കാടുകളിൽ വെറും ആൽഗകൾ മാത്രമല്ല വേറൊരു ജീവി കൂടെ വളരുന്നുണ്ട്. അതൊരു തരം നിശാശലഭമാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, ജീവൻ പണയം വെച്ച് ഇവർ നിലത്ത് കാഷ്ടിക്കാൻ വരുമെന്ന്. ഈ കാഷ്ടത്തിലാണ് നിശാശലഭങ്ങൾ മുട്ടകൾ ഇടുന്നത്. അവ ഭക്ഷിച്ചുകൊണ്ട് അത് പുഴുക്കളായി വിരിയും. പിന്നീട് ശലഭങ്ങളായി വന്ന് ഇവയുടെ രോമ മഴക്കാടുകൾ ആവാസ വ്യവസ്ഥയാക്കി അങ്ങനെ ജീവിക്കും. ഒരു സ്ലോത്തിന്റെ രോമക്കാടുകളെ ആവാസ വ്യവസ്ഥയാക്കി 900 ശലഭങ്ങൾ വളരുമത്രേ. പിന്നീട് ശലഭങ്ങൾ മരിക്കുന്നതും സ്ലോത്തിന്റെ രോമക്കാടുകളിലാണ്. അത് ആൽഗകൾ ഭക്ഷണമാക്കി ആൽഗകളുടെ പ്രവർത്തനം പിന്നീട് തുടരുകയും ചെയ്യും. ഒരുതരം പരസ്പര ധാരണയോടെയുള്ള 3 ജീവിതങ്ങൾ.